എ രാജയ്ക്ക് ദേവികുളം MLA ആയി തുടരാം. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി തിരുത്തി. സംവരണത്തിന് അർഹനെന്ന് രാജ നൽകിയ രേഖകൾ അംഗീകരിച്ച് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചു. MLA എന്ന നിലയിൽ ഇതുവരെ എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി പല കാര്യങ്ങളും പരിഗണിച്ചിരുന്നില്ലെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും എ രാജ മീഡിയ വണ്ണോട് പറഞ്ഞു. പട്ടികജാതിക്കാർക്കെതിരായ വിധിയാണെന്ന് എതിർ സ്ഥാനാർത്ഥിയായ D. കുമാർ പ്രതികരിച്ചു. തൗഫീഖ് അസ്ലമും സിജോ വർഗീസും ആദ്യം വിവരങ്ങളുമായി ചേരുന്നു. തൗഫീഖിലേക്ക്. അതിനു മുമ്പ് ഇരുവരുടെയും പ്രതികരണം കേൾക്കാം. വിധി വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനെതിരെ അപ്പീൽ ബോധിപ്പിക്കും. അപ്പീലിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടും കുറെ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. അതിനെതിരെ സുപ്രീം കോടതി പോയി നിയമയുദ്ധം നടത്തി ഞങ്ങൾ ജയിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് ഒരു 8 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്, വാദം കഴിഞ്ഞിട്ട്. ഏതായാലും സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ട്. അതായത് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം വളരെ വ്യക്തമാണ്. ഹൈക്കോടതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് പരിശോധിക്കുകയും അത് കൃത്യമായിട്ടുള്ള വിധി കിട്ടുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അത് സുപ്രീം കോടതി ആ വിധി അതില് തെളിവുകൾ സഹിതം അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് എനിക്കൊരു അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് SC പട്ടികജാതിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു വിധിയാണെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ പുള്ളി ക്രിസ്ത്യാനിയാണ്, അങ്ങേര് ജ്ഞാനസ്ഥാനം എടുത്തിട്ടുള്ള ആളാണ്. അതിലൂടെ എല്ലാ രേഖകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. തൗഫീഖ്, വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? അജിൻസ്, ദേവികുളം തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമായി വിധി പ്രസ്താവത്തിൽ പറയുന്നു. MLA എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും ആ രാജയ്ക്ക് നൽകണം. രാജയ്ക്ക് അതിനുള്ള അർഹതയുണ്ട്. നേരത്തെ ഈ വിധി, ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ചില നിബന്ധനകളോടെയായിരുന്നു സ്റ്റേ ചെയ്തത്. ആ സ്റ്റേ ചെയ്ത സമയത്ത് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് രാജയ്ക്ക് അർഹതയുണ്ടാകില്ല. അതോടൊപ്പം തന്നെ വോട്ടിംഗിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാമെന്ന് സുപ്രീം കോടതി സ്റ്റേ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. MLA എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും എ രാജയ്ക്ക് നൽകണം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ശരിവെക്കുന്നു. MLA സ്ഥാനം തുടരാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എ രാജയ്ക്കുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമായി തന്നെ വിധി പ്രസ്താവത്തിൽ പറയുകയും ചെയ്തിരുന്നു. തന്റെ മുത്തശ്ശി പുഷ്പം 1950 മുമ്പ് കേരളത്തിൽ എത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയാണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. ഈ രേഖകളെല്ലാം സുപ്രീം കോടതി കൃത്യമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷമാണ് ഇത്തരമൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരനായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവെന്നാണ് രാജ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത്. 1950 മുമ്പ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്ന് കൂടി രാജ സുപ്രീം കോടതിയിൽ വാദിച്ചു. ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് MLA ആയി തുടരാൻ അർഹതയുണ്ടെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. D. കുമാർ, എതിർ ഹർജിക്കാരനായ D. കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ വാദങ്ങളും ഹൈക്കോടതി ആ സമയത്ത് അംഗീകരിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം ഇപ്പോൾ നിരസിക്കുകയാണ് ചെയ്തത്. ജസ്റ്റിസുമാരായ A. സോഖ, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് അമാനത്തുള്ള തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഈ കേസിൽ ഇപ്പോൾ ഈ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രാജയ്ക്ക് MLA ആയി തന്നെ സഭയിലെത്താം, അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകും എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. പട്ടികജാതി സംവരണത്തിന് എല്ലാ അർഹതയുള്ള ആളാണ് താനെന്ന് രാജ ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ നിരന്തരം വാദിച്ചിരുന്നു. ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാതെയായിരുന്നു ഹൈക്കോടതി ആ വിധി ആ സമയത്ത് പ്രസ്താവിച്ചത്. അതുകൊണ്ട് ഹൈക്കോടതി വിധി പൂർണ്ണമായും റദ്ദാക്കണമെന്ന് കൂടി രാജ ആവശ്യപ്പെട്ടിരുന്നു. തന്റെ പൂർവികർ കേരളത്തിലേക്ക് കുടിയേറിയവരാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് കുടിയേറിയത്. ആ സമയത്ത് തങ്ങൾക്ക് ഈ പട്ടികജാതി ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോഴും ആ ആനുകൂല്യം തങ്ങൾക്കുണ്ടാകുമെന്നായിരുന്നു രാജ ആ കോടതിയിൽ വാദിച്ചിരുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് നൽകുകയും ഹൈക്കോടതി ആ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുകയും എല്ലാം ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ സമീപിക്കുകയും വലിയ നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയുമായിരുന്നു ചെയ്തത്. ക്രിസ്ത്യൻ മതാചാരം പിന്തുടർന്ന ആളായിരുന്നു എ രാജയെന്നായിരുന്നു പ്രധാനമായും D. കുമാർ കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ രാജയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഉയർത്തിയായിരുന്നു D. കുമാറിന്റെ വാദം സുപ്രീം
കോടതിയിൽ നടന്നിരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് സുപ്രീം കോടതി ഈ നിർണായകമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയാൽ അത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു സുപ്രീം കോടതി ആ സമയത്ത് ഈ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കുകയും ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തത്. തുടർന്നും ഈ കേസിൽ വിശദമായിട്ട് തന്നെ വാദം കേൾക്കൽ മുന്നോട്ട് പോയിരുന്നു. ഈ രാജ ഹാജരാക്കിയ തെളിവുകളായിരുന്നു ഈ കേസിൽ നിർണായകമായി മാറിയത്. പ്രത്യേകിച്ച് മുത്തശ്ശി ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ജോലിയെടുത്തത് ഉൾപ്പെടെയുള്ള ആ തെളിവുകൾ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. ഈ തെളിവുകൾ ഉൾപ്പെടെ സുപ്രീം കോടതി പരിശോധിച്ചതിനു ശേഷമാണ്, ഈ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ ഈ നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ MLA ആയി തുടരാം എന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഈ കേസ് വാദിച്ചപ്പോൾ ഇതിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി രാജയെ പൂർണ്ണമായും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സഭയിൽ പഴയതുപോലെ സഭയിൽ പങ്കെടുക്കാം, ആനുകൂല്യങ്ങൾ ലഭിക്കാം, അതോടൊപ്പം തന്നെ വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യാം. ശരി.